വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബീട്രൂട്ടാണ്. ബീട്രൂട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട്. ഡെയിലി നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ബീട്രൂട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ആദ്യം ഒരു പാൻ വെച്ച് അതിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടി നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. ചെറു തീയിൽ തന്നെ ഇട്ട് നന്നായിട്ട് ആ ഗോതമ്പ് പൊടി വറുത്തെടുക്കുക. ബീട്രൂട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസൊക്കെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ അനീമിയയ്ക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളിൻ ലെവൽസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. നമ്മൾ ആ ബീട്രൂട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് നമുക്ക് തേങ്ങ വേണം, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഈ പുട്ടിൽ ചേർക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഫസ്റ്റ് നമ്മളൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും അത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴഞ്ഞു പോകണ്ട, കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴഞ്ഞു പോകണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ, ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു പുട്ടിൻ്റെ പരുവത്തിന് നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പുട്ടുകുറ്റി എടുത്തു, കുറച്ച് തേങ്ങ ഇടുന്നു. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന ബീട്രൂട്ട് മിക്സ് നമ്മൾ ഈ പുട്ടിൻ്റെ പരുവത്തിന് കുഴച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചായിട്ട് പുട്ടുകുറ്റിയിലിട്ട് ആവിയിൽ വെച്ച് സാധാരണ പുട്ട് വേവിക്കുന്നത് പോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ബീട്രൂട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഡെയിലി കുറച്ച് എമൗണ്ട് ഇൻടേക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ബ്ലഡ് ഷുഗർ ലെവൽസൊക്കെ കൺട്രോൾ ചെയ്യും ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ അനീമിക്ക് ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ലെവൽസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ലതാണ് ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്നത്. ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും ഇത് ഹെൽപ്പ് ചെയ്യും. വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ സോഫ്റ്റാണ്. നമ്മൾ പുട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നത് കൊണ്ട് വളരെ സോഫ്റ്റ് ആക്കും അത് പുട്ടിനെ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പപ്പടവും പയറും ഒക്കെ കൂട്ടി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.